പ്രിൻസിപ്പൽ സിസ്റ്ററെയോ എന്നെയൊന്നും അല്ല, അവരെല്ലാവരും നമ്മൾ ജയിലിലിട്ടിരിക്കുകയാണ്. ഈ സൈഡിൽ വർണ്ണങ്ങളായിട്ട് നിൽക്കുന്ന കുട്ടികളെ കാത്താണ് നമ്മളെല്ലാവരും ഇരിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കൾ മൊബൈൽ പൊക്കി പിടിക്കുന്നതും റെഡിയായിട്ടിരിക്കുന്നതും അവർ സ്റ്റേജിൽ വരുമ്പോൾ അവരിങ്ങനെ സൂം ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഏറ്റവും നല്ലൊരു ദിവസമായിരിക്കണം നിങ്ങളെല്ലാവരും ഇവർക്ക് ആശംസിക്കേണ്ടത്. അതുപോലെ നിങ്ങളുടെ മക്കൾ ഇന്ന് ഡാൻസ് കളിക്കുമ്പോഴോ തിരിയുമ്പോഴോ എന്തെങ്കിലും തെറ്റ് വരുത്തിയാൽ വീട്ടിൽ വന്നിട്ട് നീ എന്തിയാ പൂടുകാഞ്ഞേ എന്നൊന്നും ചോദിക്കരുത്. അവരെ അപ്രീഷിയേറ്റ് ചെയ്യാൻ മാത്രം നിങ്ങൾ ശ്രമിക്കുക എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം എനിക്ക് ഓർമ്മ വരുന്ന എൻ്റെ കുട്ടിക്കാലമാണ്. ഞാൻ ആദ്യമായിട്ട് വേദിയിൽ കയറിയത് പുഞ്ചിരി മത്സരത്തിനാണ്. അന്ന് ഫ്രണ്ടിൽ 2 പല്ലില്ലാത്തതുകൊണ്ട് എൻ്റെ ചിരി കാണാൻ നല്ല ഭംഗിയായിരുന്നു. ഞാൻ പുഞ്ചിരിക്കാനുണ്ടായ മെയിൻ കാരണം ഒരു കന്യാസ്ത്രീയാണ്. ഞാൻ UKG പഠിക്കുമ്പോഴാണ്, 3-4 വയസ്സുള്ളൂ. പുഞ്ചിരി മത്സരത്തിന് സ്റ്റേജിൽ കയറ്റി നിർത്തുമ്പോൾ വരിയായിട്ട് കുറേ പേര് നിൽക്കുന്നുണ്ട്. റെഡി 1 2 3 പുഞ്ചിരിച്ചെന്ന് പറയുമ്പോൾ അവരവരുടെ ക്ലാസ്സിൽ അധ്യാപകർ ചിരിക്കി എന്ന് പറയുമ്പോൾ എൻ്റെ അധ്യാപികയായിട്ടുള്ള കന്യാസ്ത്രീ എന്നെ നോക്കി പറഞ്ഞത് എൻ്റെ മോൻ പുഞ്ചിരിച്ചേന്നായിരുന്നു. ആ വാക്കിൽ വിടർന്ന് അവരെ നോക്കി ഞാൻ ചിരിച്ചു. എനിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടി. ഇതെല്ലാം അതിന് കൈഡി വേണ്ടോ, പുഴുപ്പലുള്ള ചിരിയാണ്. ഇതെല്ലാം കഴിഞ്ഞ് അടുത്തടുത്തുള്ള സ്കൂളുകൾ തമ്മിലുള്ള മത്സരത്തിനും ഇതേ പുഞ്ചിരി മത്സരത്തിന് എൻ്റെ സ്കൂളിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്ത് ഞാൻ പോയി. ചെറിയ പിള്ളേർക്ക് അതൊക്കെയല്ലേ ഉള്ളൂ. അന്ന് അൺഫോർച്ചുനേറ്റ്ലി ഈ കന്യാസ്ത്രീ ഉണ്ടായിരുന്നില്ല. ബാക്കി വിദ്യാർത്ഥികളെയും എന്നെയും ഉൾപ്പെടെ കൊണ്ടുപോയത് മറ്റൊരു അധ്യാപികയായിരുന്നു. അന്ന് പുഞ്ചിരി മത്സരത്തിന് ഞാൻ സ്റ്റേജിൽ നിൽക്കുമ്പോൾ ഞാൻ തിരഞ്ഞത് മുഴുവൻ ആ സിസ്റ്ററെ ആയിരുന്നു. ഏതെങ്കിലും കോണിൽ നിന്നുകൊണ്ട് എൻ്റെ മോനൊന്ന് പുഞ്ചിരിച്ചേ എന്ന് പറയുന്ന ആ സിസ്റ്ററെ ഞാൻ കണ്ടില്ല, ഞാൻ ചിരിച്ചില്ല, ചുണ്ട് വിടർത്തിയ പോലുമില്ല, പല്ല് കാണിച്ചത് പോലുമില്ല. മത്സരിക്കാതെ തന്നെ മത്സരിച്ച് ഞാൻ ഇറങ്ങിപ്പോന്നു. എന്നോട് ടീച്ചേഴ്സ് ചോദിച്ചു എന്ത് ചിരിക്കാതിരുന്നത്? ഞാൻ പറഞ്ഞു സിസ്റ്ററെ കണ്ടില്ല. എനിക്ക് ഇവിടെയുള്ള എല്ലാ മാതാപിതാക്കളോടും അധ്യാപകരോടും പറയാനുള്ളത്, we need to protect our children's smile. അവര് ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിൽ ഈ കൂടിയിരിക്കുന്ന മാതാപിതാക്കളോടാണ് പറയാനുള്ളത്, അവര് നോക്കുന്നത് നിങ്ങൾ ചിരിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അവരെ നോക്കിയിട്ട് മാർക്ക് കുറഞ്ഞാലും അറിയാണ്ടൊരു സ്കൂളിൽ അടിയുണ്ടാക്കി വരുമ്പോഴും നിങ്ങളുടെ മുഖത്ത് അവരെ നോക്കിയിട്ട് എൻ്റെ മോനെ എന്താ പറ്റിയേ, എൻ്റെ മോനെ ചിരിച്ചേ എന്ന് പറയുന്ന ആ ഒരു ലാസ്റ്റ് ഹോപ്പ് നിങ്ങൾ മാത്രമേ ഉള്ളൂ. എൻ്റെ 30കളുടെ മധ്യത്തിലും ഞാൻ കർഗുറ്റിയിൽ നിന്ന് വണ്ടി ഓടിച്ച് കോഴിക്കോട് വരുന്നതിന് തൊട്ട് മുമ്പ് എൻ്റെ നഴ്സറി സ്കൂളിൽ പോകുന്നതിന് മുമ്പ് ഞാൻ ചെയ്തിരുന്ന ഒരു കാര്യം ഇന്നും ചെയ്യുന്നുണ്ട്. ഇത് മാത്രമാണ്. നഴ്സറിയിലായിരിക്കുമ്പോൾ ഞാൻ ഇറങ്ങുന്ന സമയത്ത് എൻ്റെ അപ്പനും അമ്മയും അവിടെയുള്ള ഈശോയുടെ രൂപത്തിന് മുമ്പിൽ കൊണ്ടൊരു പ്രാർത്ഥിക്കും. ജോസഫ് പോവാണ്, അവനെ സമർപ്പിക്കുന്നു, ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കാൻ, വഴക്ക് കൂടാതിരിക്കാൻ, വർത്തമാനം പറയാതിരിക്കാൻ, അവനെ സഹായിക്കണമെന്നാണ്. ഇന്ന് രാവിലെ 9:30 ഞാൻ ഇറങ്ങുന്നതിന് മുമ്പ് ആ ചടങ്ങ് ഇപ്പോഴും ഉണ്ട്. ഞാനും അമ്മയും അപ്പനും അതേ രൂപത്തിന് മുമ്പിൽ ചെന്നിട്ട് പറയും, അമ്മ പറയും ജോസഫിന്റെ യാത്രയെ സമർപ്പിക്കുന്നു, ഒത്തിരി ദൂരം വണ്ടി ഓടിക്കാനുണ്ട്, യാതൊരു ആപത്തും വരുത്താതെ ഒരപകടത്തിലും പെടുത്താതെ എൻ്റെ മക്കളെ കാത്തുകൊള്ളണമേ, അവൻ ചെല്ലുന്ന പരിപാടി ഏറ്റവും ഭംഗിയായിട്ട് അവന്റെ ഉത്തരവാദിത്വം നിർവഹിക്കാൻ അവനെ സഹായിക്കണേ. കഴിഞ്ഞ 30-35 കൊല്ലമായി ഇന്നും അമ്മ വിളിക്കുമ്പോൾ അവിടെ പോയി ദൈവവിശ്വാസം പോയ സമയം ഉണ്ടായിട്ടുണ്ട്, ദൈവവിശ്വാസം കൂടിയ സമയം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എല്ലാ സമയത്തും മുടങ്ങാതെ ചെയ്ത കാര്യം ഒരു ചെറിയ കുഞ്ഞിനെ പോലെ ഇപ്പോഴും അമ്മയുടെ അടുത്ത് പോയി നിന്ന് പ്രാർത്ഥിക്കുന്നു എന്നുള്ളതാണ്. അതിന് കാരണം എൻ്റെ ക്വാളിറ്റി അല്ല, എൻ്റെ അപ്പൻ്റെ അമ്മയുടെയും ക്വാളിറ്റിയാണ്. ഒരു ഫേമസ് സെന്റൻസ് ഉണ്ട്, പാരന്റ്സ് ആർ ടാങ്ക്സ്, ചിൽഡ്രൻ ആർ ടാപ്സ്. മാതാപിതാക്കൾ എന്ന് പറയുന്നത് ടാങ്കും മക്കൾ എന്ന് പറയുന്നത് പൈപ്പുമാണെന്ന് പറയാം. ഈ ടാങ്കില് കരിക്കും വെള്ളമാണെങ്കിൽ പൈപ്പിൽ കൂടെ എന്ത് വരും? കരിക്കും വെള്ളം വരും. ടാങ്കിൽ ചെളിവെള്ളമാണെങ്കിൽ പൈപ്പിൽ കൂടെ എന്ത് വരും? ചെളിവെള്ളമായിരിക്കും വരണ്ടാവുക. അപ്പൊ നമ്മളെപ്പോഴും ഏറ്റവും ആദ്യം ക്ലീൻ ചെയ്യേണ്ടത് ടാങ്കാണോ പൈപ്പാണോ? ടാങ്കാണ്. ടാങ്ക് മുഴുവൻ എന്നെ നോക്കിയിരിക്കുന്നു, പൈപ്പ് മുഴുവൻ അവിടെ ഇരിക്കുന്നുണ്ട്.
ഇന്ന് പോയിട്ട് ഇന്ന് തുടങ്ങി നല്ലൊരു ബ്രഷൊക്കെ എടുത്തിട്ട് ഹൃദയം എന്നൊരു സാധനം ഒന്ന് ക്ലീൻ ആക്കാം. ഇവര് കണ്ടു പഠിക്കണതേ ഉള്ളൂ. ഒരു ഫേമസ് സെന്റൻസ് ഉണ്ട്, എ മാൻ ഈസ് പാർട്ട് ഹിസ് DNA, പാർട്ട് അൺനോൺ, പാർട്ട് വാട്ട് ഹി സീസ് ആൻഡ് ഗോസ് ത്രൂ ആസ് എ ചൈൽഡ്. എന്ന് വെച്ചാൽ മുതിർന്ന ഒരു പുരുഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്ത്രീ എന്ന് പറയുന്നത് പകുതി അൺനോൺ, അറിഞ്ഞുകൂടാ, പടച്ച മനുഷ്യന് മാത്രമേ അറിയുള്ളൂ. ബാക്കി പകുതി DNA ആണ്. അതായത് അവനവന്റെ മാതാപിതാക്കളിൽ നിന്ന് കിട്ടിയതാണ് മറ്റൊരു പകുതി. പിന്നെയുള്ളത് വാട്ട് ഹി സീസ് ആൻഡ് ഗോസ് ത്രൂ ആസ് എ ചൈൽഡ്. ഒരു കുട്ടി എന്ന നിലയിൽ നമുക്ക് കടന്നു പോകുന്ന കാഴ്ചകളാണ്. ഇതിനകത്ത് പടച്ചന്റെ റോള് നമുക്ക് ഡീൽ ചെയ്യാൻ നമ്മുടെ കയ്യിലില്ല. ദൈവത്തിന്റെ കാര്യം ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ, എങ്ങനെയാണ് ഈ കുട്ടിയെ സൃഷ്ടിച്ചതെന്ന്. DNA നമ്മുടെ കയ്യിലില്ല. ഇപ്പോ മകന് മാത്സിന് 50-ൽ 12 കിട്ടിയുള്ളൂ എങ്കിൽ നിനക്കെന്താ കണക്ക് പഠിച്ച കുഴപ്പമെന്ന് ചോദിക്കണേക്കാൾ മുമ്പ് 10ാം ക്ലാസ്സിലെ നമ്മുടെ മാത്സിന്റെ സർട്ടിഫിക്കറ്റ് എടുത്ത് നോക്കണം, കുറ്റം പറയണേക്കാൾ മുമ്പ്. അപ്പൊ നമുക്ക് 50-ൽ 13 ഉള്ളൂവെങ്കിൽ നെഞ്ചത്ത് കൈവച്ചിട്ട് പറയണം, എന്റെ കുഞ്ഞ്, എന്റെ കുഞ്ഞ്, എന്റെ കുഞ്ഞ്. നിങ്ങളുടെ മകൻ നല്ലപോലെ പാട്ട് പാടുന്നുണ്ടാവായിരിക്കാം, കാരണം നിങ്ങൾ പാടുന്ന ഒരാളായിരിക്കാം. പറയണം, എന്റെ കുഞ്ഞ്, എന്റെ കുഞ്ഞ്. അവൻ ക്ലാസ്സിൽ തെറി പറഞ്ഞതിന് ടീച്ചർ വീട്ടിൽ നിന്ന് വിളിപ്പിച്ചു. സ്വയം ചോദിക്കണം, വീട്ടിൽ ഞാനും അവളും സംസാരിക്കുമ്പോ തെറികൾ പറയാറുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ എന്റെ തെറി കാരണം, എന്റെ തെറി കാരണം, എന്റെ തെറി കാരണം. ഈ ഇരിക്കുന്ന പിള്ളേര് പാവങ്ങളാണ്. നിങ്ങളുടെ ലോകത്തിൽ അവർ വന്നു വീണു. അവരുടെ ഡിസിഷൻ ആയിരുന്നില്ല ഈ ഭൂമിയിൽ ജന്മം എടുക്കണമെന്നുള്ളത്, നിങ്ങളുടെ ഡിസിഷൻ ആയിരുന്നു. അപ്പൊ നിങ്ങൾക്ക് തന്നെയാണ് ഉത്തരവാദിത്തം. ജെൻസി നശിച്ചു പോകുന്നു, പിള്ളേർ വഴിതെറ്റുന്നു. ന്യൂ ജനറേഷൻ, ആരാ ന്യൂ ജനറേഷൻ ഉണ്ടാക്കിയത്? ഓൾ ജനറേഷൻ അല്ലേ? സോ യു ഹാവ് എ ഗ്രേറ്റർ റെസ്പോൺസിബിലിറ്റി. ഞാന് തമിഴ്നാട്ടിൽ നടന്നൊരു സംഭവം പറയാൻ ആഗ്രഹിക്കുന്നു. മാരിയപ്പൻ തങ്കവേലു എന്നൊരു പയ്യനുണ്ട്. അവന് 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അവന് വീട്ടിൽ മൊത്തം 6 മക്കളാണ്. അപ്പൻ അവരിട്ടേച്ചു പോയി. അമ്മ ഇഷ്ടിക ചുമന്ന് നടന്നു കിട്ടുന്ന പൈസ കൊണ്ടാണ് ഇവർ ജീവിച്ചു പോണത്. ഒരിക്കൽ സ്കൂൾ ബസ് പുറകിലേക്ക് എടുക്കുന്ന നേരത്ത് അവന്റെ കാലിന്റെ കൂടി ബസ് കയറി പോയിട്ട് കാൽപാദം ചതഞ്ഞരഞ്ഞുപോയി. പിന്നീട് അവൻ ആ കാൽപാദം വളരുന്നില്ല, തൊങ്ങിയാ നടക്കുന്നേ. എപ്പോഴും ഫുട്ബോൾ കളിച്ചിരുന്ന, പ്രാർത്ഥിച്ചിരുന്ന, എല്ലാത്തിനും എനർജറ്റിക് ആയിരുന്ന, മിടുക്കനായിരുന്ന മാരിയപ്പൻ തങ്കവേലു അങ്ങ് ഡൗൺ